ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ സൺഡേ ആണെന്ന്. രാവിലെ ജസ്റ്റ് എണീച്ചു. അപ്പോൾ രാവിലെ തന്നെ ജോലി തപ്പാൻ ആസ് യൂഷ്വൽ നമ്മൾ ഇപ്പോഴും പോകണ പോലെ തന്നെ ജോലി തപ്പാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് വാൾമാർട്ടിലൊന്ന് കാരണം. വാൾമാർട്ടിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വീക്ക്ലി പർച്ചേസിന് വേണ്ടിയിട്ട് വാൾമാർട്ടിലേക്ക് പോകണം. ഞാൻ സാധാരണ നോ ഫ്രിൽസ് അതുപോലെ തന്നെ ഫുഡ് ബേസിക്സിലൊക്കെയാണ് യൂഷ്വലി പോകാറ്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വാൾമാർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും ഒരാഴ്ചയ്ക്കുള്ള പേർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഉണ്ടാവുക. ജോലി തപ്പുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം അത് ഭയങ്കര ക്ലീഷേ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപാട് വീഡിയോകളിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യമില്ല. ഇനി ജോലി കിട്ടിയാലാണ് ഞാനിനി വീഡിയോയിലൂടെ പറയുള്ളൂ. അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ ഇനി നേരെ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് നേരെ ജോലി തപ്പി അതിന് ശേഷം തിരിച്ച് വരാൻ നേരത്ത് റിട്ടേൺ വരുമ്പോൾ ഗ്രോസറിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരണം. അപ്പോൾ ഞാൻ 2 ആഴ്ചയ്ക്കുള്ള ഗ്രോസറി പ്ലാൻ ചെയ്ത് ലിസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഏതാണ്ട് ഒരു $100 അല്ലെങ്കിൽ $110 ഒതുക്കാനുള്ളൊരു പരിപാടിയിലാണ്. 2 ആഴ്ച 3 ആഴ്ചയ്ക്കുള്ള ഗ്രോസറി ഒരുമിച്ച് മേടിക്കാനുള്ള ഒരു പ്ലാനിലാണ്. എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുമോ കാര്യമൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. ഈ കാണുന്ന സ്ഥലമൊക്കെ മഞ്ഞ് പിടിച്ച ആകെ അലമ്പായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഞാൻ വീഡിയോ ഇടാം, അതുപോലെ കിടക്കുന്നുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഫുള്ള് പച്ചപ്പിലേക്ക് മാറി സ്പ്രിങ് തുടങ്ങി. ഇവിടെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ റോട്ടിലും അതുപോലെ ഫുട്പാത്തിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫുള്ള് വെറ്റായിട്ട് കിടക്കുന്ന ഒരു കാലാവസ്ഥ. ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് നല്ലൊരു മഴ കാണിക്കുന്നൊരു ദിവസമാണ്. വെതർ പ്രഡിക്ഷൻ ആണെങ്കിലും മഴ കാണിക്കുന്നുണ്ടെന്ന്. ഇവിടുത്തെ വെതർ പ്രഡിക്ഷൻ എപ്പോഴും പോസിറ്റീവ്ലി കാര്യങ്ങളൊക്കെ നന്നാവാറുണ്ട്. അതായത് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ പെയ്യും, നാട്ടിലെ പോലെയല്ല. അങ്ങനെ അപ്പോൾ ഇനി ബസ്സിന് വേണ്ടി കാത്തിക്കണം. അതിനുശേഷം നേരെ ഇനി വാൾമാർട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഓക്കെ. അങ്ങനെ റെസ്യൂമിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഏതാണ്ട് ഒരു 4 മണി ആകുമ്പോഴേക്കും ഞാൻ വാൾമാർട്ടിൻ്റെ അവിടെ എത്തി. സൺറൈസിൻ്റെ അവിടെയുള്ള വാൾമാർട്ടാണിത്. ഞാൻ സ്ഥിരമായിട്ട് വരാറുള്ളത് നേരെ ഫെയർവ്യൂവിലുള്ള വാൾമാർട്ടാണ്, പക്ഷേ ഞാൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പർച്ചേസ് ആക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നോ ഫ്രിൽസും ഫുഡ് ബേസിക്സും അല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വാൾമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ആഴ്ചയ്ക്കുള്ള സാധനങ്ങൾ ഞാൻ വാൾമാർട്ടിൽ നിന്ന് മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഉള്ളിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ നോക്കാം ഇനിയിപ്പോൾ എന്തൊക്കെ മേടിക്കണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ ഉള്ളത് നോക്കണം. അങ്ങനെ ആദ്യം തന്നെ പോയിട്ട് ട്രോളി എടുക്കട്ടെ. എന്തായാലും ട്രോളിക്കുള്ള അത്രയും സാധനങ്ങളില്ല, എന്നാലും പിന്നെ ട്രോളി എടുക്കണം. ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ള സാധനം വാങ്ങാനാണല്ലോ വന്നത്. ട്രോളി എടുത്തു. അതിനുശേഷം ആദ്യം തന്നെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോകണം. വെജിറ്റബിൾ സെക്ഷനിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾ മേടിക്കണം. ക്യാരറ്റ്, തക്കാളി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ക്യാരറ്റ് എന്തായാലും എടുത്തു. $3 ക്യാരറ്റ് എടുത്തത്. ഏതാണ്ട് ഒരു 2 ആഴ്ചത്തോളം ഈ ക്യാരറ്റ് സുഖമായിട്ട് ഓടും. $3 ക്യാരറ്റ്. ഇനി അടുത്തത് കുറച്ച് സ്പിനാച്ച് എടുക്കണം. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഞാൻ മിക്കവാറും എന്തെങ്കിലും സലാഡോ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ ഒരു ബേബി സ്പിനാച്ച് എടുത്തു. അതുപോലെ മല്ലിയില, നമ്മുടെ മല്ലിയില എടുത്തു. $1 എങ്ങാണ്ടാണ് മല്ലിയില എടുത്തു. മല്ലിയില പൊതുവെ 2 ആഴ്ച 3 ആഴ്ച കൂടും വൃത്തിയിലെടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. തക്കാളി ഒരു 5-6 എടുക്കും. ഒരാഴ്ചക്കുള്ള തക്കാളി ഞാൻ മേടിക്കാമല്ലോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ കൂടി ചീഞ്ഞളിഞ്ഞ് പോവും. ഒരാഴ്ചക്കുള്ള തക്കാളി മേടിച്ചു. അതിനുശേഷം ഇനി അടുത്തത് കുറച്ച് മുളക് എടുക്കണം. പച്ചമുളക്, നമ്മുടെ നാട്ടിലെ പച്ചമുളക് $4 വരുന്നുണ്ട്. വളരെ കുറച്ച് എടുത്താൽ മതി. അങ്ങനെ അതിനുശേഷം ടോഫു എടുക്കാറുണ്ട് ഞാൻ. കുറച്ച് ടോഫു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പനീറിൻ്റെ സിമിലർ ഒരു വെജിറ്റബിൾ വേർഷനാണ് ടോഫു എന്ന് പറഞ്ഞാൽ. ബ്രെഡ് എടുത്തു. വീറ്റ് ബ്രെഡാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. $2 ഒരു വീറ്റ് ബ്രെഡ് ഉണ്ട്, ഗ്രേറ്റ് വാല്യൂവിൻ്റെ. ആ വീറ്റ് ബ്രെഡ് എടുക്കും. ദെൻ ചിക്കൻ ഇപ്പോഴും ഞാൻ എടുക്കാറ്. വാൾമാർട്ടിലെ ഒരു $14 ഒരു ചിക്കനോ അല്ലെങ്കിൽ രണ്ട് ചിക്കണിന് $22 അങ്ങനെ. ഇത് മീനാണ്, ക്യാൻഡ് ഫിഷാണ്. ഒരു 3 എടുക്കാറുണ്ട് ഞാൻ. സലാഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ക്യാൻഡ് ഫിഷ് എടുക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വേണ്ട ഒരു ബേസിക് നീഡായിട്ടുള്ളൊരു കാര്യമാണ് മുട്ട. അപ്പോൾ 30 മുട്ടയോളം ഞാൻ മേടിക്കും. $9. അതാണ് ഒന്നും കൂടി ലാഭം. 6 മുട്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ 18 മുട്ടയ്ക്കാണെങ്കിൽ $6 വരുന്നത്. പിന്നെ ബ്ലൂബെറി എടുത്തു. ബ്ലൂബെറി രാവിലെ എന്തെങ്കിലും സ്മൂത്തിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി ബ്ലൂബെറി എടുത്തു. അതിനും ഒരു $5 വരുന്നുണ്ട്. പിന്നെ പീനട്ട് ബട്ടർ $4 ഒരു പീനട്ട് ബട്ടർ എടുത്തു. എൻ്റെ ഇപ്പോഴത്തെ പീനട്ട് ബട്ടർ കഴിഞ്ഞു, അപ്പോൾ പുതിയതൊരെണ്ണം മേടിച്ചു. പിന്നെ കുറച്ച് വെണ്ടയ്ക്കയും കൂടി ഞാൻ മേടിച്ചു. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരാഴ്ചത്തെ 2 ആഴ്ചയ്ക്കുള്ള ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പുറത്തിറങ്ങുന്നത്. ഒരുപാട് കോളുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ ഇടയിൽ വന്നു. അടുത്ത വരും വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ബില്ല് ചെയ്യാൻ സമയത്ത് എനിക്കൊരു കോൾ വന്നു. അതിനുശേഷം ആ കോള് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നീണ്ടുപോയി.
അതിനുശേഷം ഞാൻ പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇപ്പം തന്നെ മറന്നുപോയി. ബില്ല് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കാൻ മറന്നുപോയി. അവസാനം പുറത്തിറങ്ങിയതിന് ശേഷം അയ്യോ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വരെ ആലോചിച്ച് പോയത്. എന്തായാലും വരുന്ന വീഡിയോകളിൽ അതിനെക്കുറിച്ചിട്ടുള്ള ബാക്കി കാര്യം. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് സാധനങ്ങളെല്ലാം അതത് സ്ഥാനങ്ങളിലായിട്ട് എടുത്തു വയ്ക്കണം ഓരോന്ന്. അതൊരു പണിയാണ് ഇങ്ങനെ. അപ്പോൾ ഞാനിവിടെ വന്ന സൺറൈസ് വാൾമാർട്ടിലാണ് വന്നത്. വാൾമാർട്ടിനേക്കാളും എനിക്ക് തോന്നിയത് പേഴ്സണലി തന്നെ തോന്നിയത് നോ ഫ്രിൽസും ഫുഡ് ബേസിക്സും ആണ്. അപ്പോൾ ഞാൻ റേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നോ ഫ്രിൽസ്, അതിനുശേഷം ഫുഡ് ബേസിക്സ്, പിന്നെ ഞാൻ വാൾമാർട്ട് പറയുള്ളൂ. ഇവിടുത്തെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വെച്ചാൽ എനിക്ക് കുറച്ച് എന്തോ ഒരു നോ ഫ്രിൽസിനേക്കാളും ക്വാളിറ്റി കുറവായിട്ട് തോന്നി. ഈ ഒരു സ്പെസിഫിക് വാൾമാർട്ടിലെ കേസാണോ എന്നും എനിക്കറിയില്ല. നോ ഫ്രിൽസിന് എന്തായാലും ഇതിനേക്കാളും ക്വാളിറ്റിയുള്ള പച്ചക്കറികളൊക്കെ കാണാൻ പറ്റാറുണ്ട്. പിന്നെ ബില്ല് എല്ലായിടത്തും ഏതാണ്ട് ഏറെക്കുറെ സെയിമാണ് വരിക. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് ഒന്ന് മാറി വരിക. ടോട്ടൽ ഇന്നിപ്പോൾ ബില്ലായത് $57 സംതിങ് ആണ് ഇന്നത്തെ ടോട്ടൽ ബില്ലായത്. അങ്ങനെ അപ്പോൾ എന്തായാലും ബസ്സിന് കാത്ത് നിൽക്കണം. ഒറ്റ ബസ് കയറിയാൽ മതി. ഇവിടുന്ന് നേരെ ബസ് കയറി വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ആയിട്ടെത്തി. അപ്പോൾ അത്രയൊക്കെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ കുറേ ഫുട്ടേജുകൾ പിന്നെ എടുക്കാനും മറന്നിരുന്നു. നേരത്തെ പറഞ്ഞിട്ടൊരു കോൾ വന്നു കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും ബൈ ബൈ.